ഒരിടത്ത് വെറും ഒരു കുപ്പിപ്പാൽ ചെറുകുള്ള ഡീസൽ കുടുംബങ്ങളെ ഗ്രാമത്തിലെ ഒട്ടേറെ സന്ദർശിക്കുന്ന ഒരു കടയായിരുന്നു അയാളുടേത്. പാലും മുട്ടയും ബട്ടറും ചീസും ഇറച്ചിയും ആ കടയിൽ കിട്ടുമായിരുന്നു. നല്ല ഗുണഭരണമുള്ള ഭക്ഷണം വസ്തുക്കളല്ലായി നല്ല ഗ്രാമവസ്തികളിലെ ആ കടയിൽ എത്തിയിരുന്നു. ഒരു സഹനം കടയുടെ ഉള്ളിൽ ആള് കുറയുമ്പോൾ കടയ്ക്കുടമ ഒരു സിഗരറ്റ് വലിച്ചു. അതിൻ്റെ കുറ്റി നിലത്തേക്കിട്ടതാണ്. കടലാസും മറ്റു ഇട്ടിരുന്ന വേസ്റ്റ് ബോക്സിലേക്കാണ് സിഗരറ്റ് കുറ്റി വീണത്. പെട്ടെന്നായിരുന്നു സംഭവിച്ചത്. ഫാനിന്റെ കാറ്റ് സിഗരറ്റിന്റെ തീ ആളി കടലാസിലേക്ക് പടർന്നു. തീയും പുകയും ഉയരുന്നത് കണ്ടപ്പോൾ കടയുടമ അലറിക്കൊണ്ട് വെള്ളം വെച്ചിരുന്ന ജാറിനടുത്തേക്ക് ഓടി നോക്കിയപ്പോൾ ജാറിനുള്ളിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. അയാൾ ബക്കറ്റ് കൊണ്ട് പുറത്തേക്ക് ഓടി സഹായത്തിനായി നിലവിളിച്ചു. എന്നാൽ ആൾക്കാർ ഓടിക്കൂടിയപ്പോൾ തീ ആളിക്കത്തിയിരുന്നു. ഫയർഫോഴ്സ് എത്തി തീ കെടുത്തുമ്പോൾ അയാളുടെ കടയിൽ ഒന്നും ബാക്കിയുണ്ടായിരുന്നില്ല. തലയും വയറും കാലിലും പൊള്ളലും മുറിവുമേറ്റ് നിലവിളിച്ചു കൊണ്ടിരുന്നു. അയാളോട് ഒരു ഫയർഫോഴ്സുകാരൻ ചോദിച്ചു, എന്തുകൊണ്ട് തീ ചെറുതായി കത്തി തുടങ്ങിയ സമയത്ത് നിങ്ങൾക്കത് കെടുത്താൻ കഴിഞ്ഞില്ല? അപ്പോൾ കടയിൽ വെള്ളമുണ്ടായിരുന്നില്ല. തടിക്ക് കൈ താങ്ങി കൊടുത്ത അയാൾ വിധുമ്പനായി കരഞ്ഞു. നിങ്ങൾ പാൽ വിൽക്കുന്ന ആളല്ലേ? കടയിൽ പാൽ ഉണ്ടായിരുന്നല്ലോ. വെറും ഒരു കുപ്പി പാൽ കൊണ്ട് തുടക്കത്തിലെ ചെറിയ തീ നിസാരമായി കെടുത്തമായിരുന്നല്ലോ. അയാൾ വീണ്ടും നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ എന്തൊരു വിഡ്ഢിയാണ്. പാൽ വിൽക്കുന്നതും വാങ്ങിക്കുന്നത് കൊണ്ട് അത് ചിലവഴിച്ച് കളയരുത് എന്ന് ഞാൻ തീരുമാനിച്ചു. വെള്ളം കൊണ്ട് തീ കെടുത്തണമെന്ന് കരുതി. ഒരു കുപ്പി പാൽ വിലയായ എൻ്റെ കടയും ജീവിതവും കൊണ്ടുപോയി എന്നല്ലോ. കൂട്ടുകാരെ, നമ്മൾ ചിലവർ ഇങ്ങനെ ആണ്. സൂക്ഷിക്കേണ്ടത് സൂചി എടുക്കേണ്ടത് തുമ്പയെടുക്കും. ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനങ്ങളൊന്നുമില്ല. വെറുതെ കുറച്ച് താമസിക്കും. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും കാരണമുണ്ട്. ചില സമയത്ത് ചില തെറ്റ് തീരുമാനങ്ങളുണ്ട്. മറ്റുള്ളവരുടെ മുന്നിൽ വെറുതെ വിഡ്ഢികളാകും. ഏത് തീരുമാനമെടുക്കാനും നമുക്ക് സാധിക്കണം. എന്നാൽ എത്തിക്കുന്ന തീരുമാനങ്ങൾ അനാധാരമായി നിന്ന് കഴിച്ചു പോകണം. നമ്മുടെ സ്വന്തമല്ല. ഈ കട നമ്മുടെ ജീവിതം എന്ന് സങ്കല്പിക്കുക. സിഗരറ്റ് വലി നമ്മുടെ തെറ്റായ ശീലമാണ്. വിചിലങ്ങളും തുടക്കത്തിൽ തീ വളരെ ചെറുതാണ്. ഒരു കുപ്പി പാൽ ധാരാളം മതി തീ കെടുത്താൻ. ഈ കുപ്പിപ്പാൽ നമ്മുടെ അഡിക്ഷനും ഇഷ്ടവുമാണ്. കടയിലെ എല്ലാ സാധനങ്ങൾക്കും വില കൊടുത്ത് നമ്മൾ ചിലപ്പോൾ ഇത്തരത്തിലുള്ള പാൽ കുപ്പി വേണ്ടി കട കത്താൻ കാരണമുണ്ട്. അത് ആന വിഡ്ഢിത്തരമാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെങ്കിൽ അയാൾ കാണാൻ പോലും ഇല്ലെങ്കിൽ അത് ഞാൻ തിന്നില്ലായിരുന്നെങ്കിൽ ആ തീരുമാനങ്ങളിലൂടെയെങ്കിലും. എന്നാലും ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചു, സമയം കഴിഞ്ഞുള്ള വിഡ്ഢി കൊണ്ട് ഒരു കാര്യവുമില്ല. നാലജാതി അട്ടരക്കഥയിലെ ഉണ്ണി വിചാരങ്ങളുടെ വിധേയ ചോദ്യം മറക്കേണ്ടേ? പരസ്യം നിരഞ്ജനം വൃത്തിയുള്ള സുബോധ ബുദ്ധയും ഭക്തിയും വന്നേട്ടെ. വെള്ളം ഒഴിച്ചു പോട്ടെ ആണെങ്കിൽ ശ്രദ്ധിക്കുമല്ലോ. ചെയ്യേണ്ടത് ചെയ്യപ്പോൾ ചെയ്യത് പിന്നീട് ദുഃഖിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ഉചിതമായ തീരുമാനങ്ങളുടെ ഇത് ഉചിതമായ സമയത്ത് തീരുമാനിക്കേണ്ടത്. സ്നേഹപൂർവ്വം സ്വന്തം കൊച്ചേട്ടൻ. താങ്ക് യു.